പെരിയാറെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ഒഴുക്കാനുള്ള ഒരു കാനയായിട്ട് കാണുന്നത് കൊണ്ട് പ്രശ്നമാണ്. ഇത് ബോധപൂർവമാണ്. 900 മീനോളം മേളിൽ ചത്തുപൊങ്ങിയ ഞാൻ എണ്ണിയെടുത്തുണ്ട്. ആ 900-ന് എന്തായാലും അടിയിൽ കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ചത്തുണ്ടാകുന്നു എൻ്റെ വിലയിരുത്തൽ. മത്സ്യക്കുരുതിയല്ല, ഇനി നടക്കാൻ പോണ മനുഷ്യക്കുരുതിയാണ്. വളരെ ബോധപൂർവമായിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. പുറത്തേക്ക് വെള്ളം വിടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പനി പിന്നെ പുറത്തേക്ക് വെള്ളം വിടേണ്ട ആവശ്യമില്ല. അപ്പം 20-ാം തീയതി രാവിലെ നമ്മുടെ പ്രവർത്തകർ പതിവ് ഈ സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വഞ്ചിയിൽ ബണ്ടിന് മുകളിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ 3 കമ്പനികളിൽ നിന്ന് അനധികൃതമായ കുഴലിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഒരെണ്ണം ലെതറാണ്, ഒരെണ്ണം ഈ അമോണിയ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഒരെണ്ണം മറ്റേ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. ഈ 3 കമ്പനികളിൽ നിന്നും ഒഴുക്കുന്നുണ്ട്. ഇവർ വഞ്ചിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്ത് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് പറയുന്നു. മലിനീകരണ നിയന്ത്രണോട് പ്രതികരിക്കുന്നില്ല, വണ്ടിയില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ മഴ കൂടുതലായപ്പോൾ അവർ വീണ്ടും നേരിട്ട് പൊല്യൂഷൻ കൺട്രോൾ ഓഫീസിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ സംഭവമുണ്ട്, ഇപ്പം മത്സ്യങ്ങൾ മുകളിൽ പൊന്തി കിടക്കുന്നുണ്ട്, ചിലർ ചത്തിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ വന്ന് സാമ്പിൾ എടുത്താൽ എല്ലാത്തിൻ്റെയും കൂടി ഒരുമിച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ടും അവരന്ന് വന്നില്ല. അത് കഴിഞ്ഞിട്ട് 3:30 ഷട്ടർ ഉയർത്താൻ ഉള്ള ശ്രമം ആരംഭിക്കുന്നു. അത് ഉയർത്തുന്നു. അപ്പോഴേക്കും ഈ പറഞ്ഞ മുകളിൽ നിന്നുള്ള ഈ വെള്ളം മൊത്തം ഒഴുകി വന്ന് ഷട്ടറിൻ്റെ അടുത്തായി ഇരിക്കുന്നു. പിന്നെ ഷട്ടറിൻ്റെ അടിയിൽ കെട്ടിക്കിടക്കുന്ന ഈ പല ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെ ഒഴുക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ ഇതും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ബണ്ട് തുറന്നപ്പോൾ താഴേക്ക് ഒഴുകി പരന്ന് ഇത്രയും വലിയ കുരുതി ഉണ്ടായത്. അതിനിടയിൽ ഞങ്ങൾക്ക് കിട്ടി, ഇന്നലെ രാത്രി നമ്മളുടെ ഒരു അന്വേഷണത്തിനൊടുവിൽ കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ബണ്ടിന് താഴെയുള്ളൊരു കമ്പനിയിൽ നിന്ന് 1000-ലധികം ലിറ്റർ കൊടുംവിഷം സ്പില്ല് ഓവറായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ മത്സ്യക്കുരുതിയുടെ ആഘാതം വർദ്ധിപ്പിക്കാനുള്ളൊരു കാരണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം അതൊരു ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളാണ്. ഇവരെല്ലാം ഇത് ബോധപൂർവം, പെരിയാറെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ഒഴുക്കാനുള്ള ഒരു കാനയായിട്ട് കാണുന്നത് കൊണ്ട് പ്രശ്നമാണ്. 2 മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനാസ്ഥ ഇതിനകത്ത് ഭീകരമായിട്ടുള്ള അളവിലുണ്ട്. കാരണം നമ്മളിത് വിളിച്ചിട്ട് അറിയിച്ചിട്ട് വന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇവർ ഒരു തറോ ഇൻസ്പെക്ഷൻ ഇവർ നടത്തില്ല. ഇപ്പോൾ ഇന്നലെ നമ്മളിത് ചർച്ചക്കൊടുവിൽ നമ്മൾ ആവശ്യപ്പെട്ടു, ഇന്ന കമ്പനികളിൽ, നമ്മൾ ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ അന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക്, ഞാൻ ഈ അമോണിയ ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേര് മറന്നുപോയി. അപ്പോൾ അവിടെ അങ്ങനെ അമോണിയ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടോ എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത്. ഒരു കമ്പനിയിൽ എന്ത് നടക്കുന്നു, അല്ല അവരെന്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ലാത്ത ആളുകളാണ് പൊല്യൂഷൻ കൺട്രോളിലുള്ളത്. അത് ഈ കമ്പനികൾക്കെല്ലാം തന്നെ നല്ല ഒരു ഊർജ്ജമാണ്. വർഷങ്ങളായി ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ താഴത്തുനിന്ന് ഉപ്പ് കയറാൻ നേരത്ത് ഷട്ടർ അടയ്ക്കും. ഷട്ടർ അടയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മാസം 5 മാസം മഴക്കാലം ആകുന്ന വരെ അടയ്ക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു 2 പൈപ്പ് CMR-ൻ്റെ പൈപ്പ് ഷട്ടറിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്തുനിന്ന് നിൽപ്പുണ്ട്. CMR-ൻ്റെ പൈപ്പ് ആ പൈപ്പിൽ കൂടി തള്ളിക്കൊണ്ടിരിക്കും, മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കും. അത് കാരണം ഇപ്പുറത്തോട്ട് മീൻ പൊങ്ങുക അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അവർ വെള്ളം വിടുന്നത് കുടിവെള്ള സ്രോതസ്സിലോട്ടാണ് വിടുന്നത്. ഈ സാധനം ഷട്ടർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് കലങ്ങി താഴത്തോട്ടുള്ള ഈ മീൻ വളർത്തുന്ന മീൻ പിടിക്കുന്ന ആൾക്കാരിൻ്റെയും കൂട് കൃഷി ചെയ്യുന്നവരിൻ്റെയും എല്ലാവർക്കും ബാധിച്ച് മീൻ ചത്തുപോകും. CMR-ആണ് ഏറ്റവും വലിയ പൊല്യൂഷൻ വിടുന്നത്. പുറത്ത് പണിയില്ലാണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് മീൻ പിടിക്കും കാര്യങ്ങളാണ്. ഇപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. പിന്നെ മീൻ കയറി വരണമെന്നുണ്ടെങ്കിൽ പിന്നെ 1 മാസം കഴിയും, പിന്നെയും തുറക്കും. ഇതിപ്പോൾ ഇവിടുത്തെ മീനാണെന്ന് പറയുമ്പോൾ പുറത്ത് വിൽക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അവിടെ ഇപ്പോൾ ഒരു 300 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100 രൂപ അല്ലെങ്കിൽ 60 രൂപ ആ മീനത്തിന് വില കിട്ടുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ആദ്യത്തെ ഈ മഴയുടെ സമയത്ത് തന്നെയാണ്. അത് പലപ്പോഴും നമ്മൾ കമ്പനികൾ, അവിടെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ അവിടുന്ന് എഫ്ലുവൻസ് ചിലപ്പം പുറത്തേക്ക് വരുന്നതാവാം. അതല്ല എന്ന് പറയാൻ നമുക്ക് തെളിവുകളൊന്നുമില്ല. പിന്നെ 2 പെരിയാറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ടർ, ആ ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അവിടെ സെഡിമെൻ്റ് ഉൾപ്പെടെ നല്ലോണം പൊള്യൂട്ടഡാണ്. ഞാൻ കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുന്നതാണ് അവിടെ വാട്ടറും പിന്നെ സെഡിമെൻറ്റും. അപ്പം
സെഡിമെൻ്റ് ഉൾപ്പെടെ നല്ലോണം പൊള്യൂട്ടഡാണ്. അപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു വാട്ടർ സർജിൽ, വെള്ളത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടത്തിൽ ഈ സെഡിമെൻ്റ് ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ ഒരു റീസസ്പെൻഷനിലേക്ക് വരും, തിരിച്ചൊന്ന് വെള്ളത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരും. അതൊരു കാര്യം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടുന്ന് പുറത്ത് വിടുന്ന വസ്തുക്കളുടെ തന്നെ ആവണമെന്നില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ പെരിയാറിൻ്റെ ശരിക്ക് മുഴുവൻ നീളം എടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമായിട്ട് കുറേ എണ്ണമുണ്ട്. ഇവിടെ നിന്നൊക്കെയുള്ള മുനിസിപ്പൽ വാട്ടർ ഇതിലേക്കാണ് വരുന്നത്. അപ്പം ശരിക്ക് ഓക്സിജൻ കുറവ് ഉണ്ട് എന്നുള്ളത് നേരത്തെ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷെ അത് മാത്രമാണ് ഈ കുരുതിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പെരിയാറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ പെരിയാറിൽ ഫ്ലോ ഇല്ല എന്നുള്ളതാണ്. സമ്മറിൽ വളരെ നല്ല സമ്മറിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പെരിയാറിൻ്റെ അങ്ങേറ്റം വരെ പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ കാലടിക്ക് അപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പെരിയാറിൽ വെള്ളമില്ല. പണ്ടൊക്കെ ആണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളില്ല, 10-25 ദിവസം കഴിഞ്ഞിട്ടേ ആ വെള്ളം താഴെ എത്താറുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകളുണ്ട് വെള്ളം ഇവിടെ എത്തുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ് യൂസ് പാറ്റേണിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന തട്ടുതട്ടായിട്ടുള്ള ഭൂമിയൊക്കെ മാറി ഇപ്പം കാഷ്യൂ ക്രോപ്സ്, റബ്ബർ അതുപോലത്തെ കാഷ്യൂ ക്രോപ്സ് പറയുമ്പോഴത്തേക്ക് അതിന് സ്ലോപ്പ് മതി. അപ്പോൾ ശരിക്കും നമ്മൾ കുടത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ആ ഒഴിക്കുന്ന വെള്ളം നേരെ ഇങ്ങ് പോരുകയുള്ളൂ, എവിടെയും തങ്ങി നിൽക്കുന്നില്ല. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ടോട്ടലി ഡ്രെയിൻഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കൂടെ ലാൻഡ് യൂസ് പാറ്റേണിൽ വരുന്ന മാറ്റം എല്ലാം വരുമ്പം വെള്ളം അവിടെ നിൽക്കുന്നില്ല, വെള്ളം ഒഴുകി പോരുന്ന നേരെ പോരുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നടക്കുന്നില്ല, റെഗുലർ വാട്ടർ ഫ്ലോ ഇല്ല. അതിനൊപ്പം നമ്മുടെ കമ്പനികൾ കാര്യമായിട്ടുള്ളൊരു ഒരു സംഭാവനയും കൂടെ കൊടുക്കുമ്പോൾ സംഭവിക്കാവുന്നത് എന്താണോ അതാണ് സംഭവിച്ചിരിക്കുന്നത്. സമയത്തും അസമയത്തും ഒക്കെ അവിടെ നിന്നുള്ള മലിനജലം പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സീറോ ഡിസ്ചാർജ് എന്നുള്ള കോടതി ഉത്തരവുകൾ വരെ അതുവരെ നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനെ മോണിറ്റർ ചെയ്യേണ്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സംബന്ധിച്ചോളം ഇപ്പോഴും കൃത്യമായിട്ട് അവിടെ എന്തൊക്കെ പൊല്യൂട്ടൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാനും വേണ്ട. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രികളിലെല്ലാം എന്തൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നതെന്നും അതിനൊപ്പം അവിടെ നിന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളത് അവിടെ നിന്നുണ്ടാകുന്ന വേസ്റ്റ് എന്താണെന്നുള്ളത് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നോർമലായിട്ട് വരുന്ന റുട്ടീൻ സൊല്യൂഷൻസ് ഒന്നും ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് ഇപ്പോൾ മെറ്റലൊക്കെ വരുന്ന സമയത്ത് ക്ലോറിനേഷൻ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാറിക്കിടക്കുന്ന മെറ്റൽ പോലും ഡിസോൾവ് ചെയ്ത് വെള്ളത്തിലേക്ക് വരുള്ളൂ. അപ്പം അതിനൊരു സൊല്യൂഷനല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം റെസ്റ്റോറേഷൻ ഓഫ് പെരിയാറിനുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ.